ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2021 ചോദ്യപേപ്പറാണ്. 10th മെയിൻസിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 100 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യ ചോദ്യം ഇതാണ്: രക്തരഹിത വിപ്ലവത്തിലൂടെ ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ട രാജാവ് ആരാണ്? രക്തരഹിത വിപ്ലവം എന്ന് പറയുമ്പോൾ ഇത് ഇംഗ്ലണ്ടിൽ നടന്ന വിപ്ലവമാണ്. രക്തരഹിത വിപ്ലവം ജെയിംസ് രണ്ടാമൻ. രക്തരഹിത വിപ്ലവത്തിലൂടെ രക്തം ചീന്താതെ തന്നെ ഉണ്ടായതാണ് ഇംഗ്ലണ്ടിൽ പുറത്താക്കപ്പെട്ടത് ജെയിംസ് രണ്ടാമൻ. മഹത്തായ വിപ്ലവം എന്നൊക്കെ അറിയപ്പെടുന്നു. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യ വ്യാപാര കേന്ദ്രം എവിടെയാണ്? ഇംഗ്ലീഷുകാരുടെ വ്യാപാര കേന്ദ്രം ആദ്യം ഇവർ ഫാക്ടറി സ്ഥാപിച്ചത് സൂററ്റിലാണ്. പിന്നീട് ഇവർ ഇതിന്റെ കേന്ദ്രമായി ബോംബെയിലേക്ക് പോകുന്നു. സൂററ്റിൽ നിന്ന് ബോംബെയിലേക്ക് പോയി. ആദ്യം ബ്രിട്ടീഷുകാരുടെ ഫാക്ടറി സൂററ്റിലാണ് സ്ഥാപിച്ചത്. ബ്രിട്ടീഷുകാര് ആദ്യത്തെ കോട്ട പണിതത് മദ്രാസില് ജോർജ് കോട്ടയാണ്, സെന്റ് ജോർജ് കോട്ട. ഡച്ചുകാരുടെ പ്രധാന കോളനി ആയിരുന്ന രാജ്യം ഇതിൽ ഏതാണ്? ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട ഒരു കോളനി ആയിരുന്നു ഇന്തോനേഷ്യ. ഡച്ചുകാരുടെ പ്രധാന കോളനിയാണ് ഇന്തോനേഷ്യ. ഇവര് ശ്രീലങ്കയിലെ കൊളംബോ ഒക്കെ പിടിച്ചെടുത്തിരുന്നു. ഡച്ചുകാർ ഇന്ത്യയിൽ വന്നിട്ട് കൊച്ചി പിടിച്ചെടുത്തു 1663. അതുപോലെ തന്നെ കൊല്ലം പിടിച്ചെടുത്തു. പിന്നീട് ഇവർ എന്ത് പിടിച്ചെടുക്കുന്നു? കണ്ണൂരിലും ഒക്കെ അധികാരം പിടിച്ചെടുക്കുന്നു. പിന്നീടാണ് ഇവർക്ക് അധികാരം നഷ്ടപ്പെടുന്നത്. അപ്പോ കൊല്ലവും കൊച്ചിയും പിടിച്ചെടുത്തത് വലിയ നേട്ടങ്ങളിൽ ഒന്നായിരുന്നു. ശിപായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപത്തെ ലക്നൌവിൽ നയിച്ചത് ആരാണ്? ബീഗം ഹസ്രത്ത് മഹൽ. ആൻസർ ബീഗം ഹസ്രത്ത് മഹലാണ് ലക്നൌവിൽ നയിച്ചത്. അടുത്ത ചോദ്യം: ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 വേദി? 2021 ദുബായിലാണ് നടന്നത്. ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2021 നടന്നത് ദുബായിലാണ്. 2024 ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? 24 വേദി തായ്ലൻഡാണ്. 2024 മെയിൻസ് വേദിയാണെങ്കിലും വുമൺ വേദിയാണെങ്കിലും തായ്ലൻഡാണ്. 2024 വേദി. ഇത് ചിയാങ് മായി എന്ന സ്ഥലമാണ്. തായ്ലൻഡിലെ തന്നെ ചിയാങ് മായി എന്ന സ്ഥലമാണ്. രാജ്യമാണ് ചോദിക്കുക, തായ്ലൻഡ് എന്ന് പഠിക്കുക. ഇനി 2025 വേദി എവിടെയാണ്? ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2024 അസ്താന, അൽ എയിൻ, ചിയാങ് മായി, കൊളംബോ, കോസ്റ്റാനായി ഇങ്ങനെ പല സ്ഥലങ്ങളിലാണ് 2025 വെന്യൂസ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോ അസ്താന എന്ന് പറയുന്നത് കസാക്കിസ്ഥാനാണ്. അൽ എയിൻ എന്ന് പറയുന്ന സ്ഥലം UAE ആണ്. ചിയാങ് മായി തായ്ലൻഡ് ആണ്. കൊളംബോ ശ്രീലങ്കയാണ്. ഇനി കോസ്റ്റാനായി എന്ന് പറയുന്നത് കസാക്കിസ്ഥാനാണ്. അപ്പൊ ഏഷ്യൻ ബോക്സിംഗ് കോൺഫെഡറേഷൻ ഇത് അസ്താന കസാക്കിസ്ഥാൻ ഹോസ്റ്റ് ചെയ്യും. ഏഷ്യൻ ചാമ്പ്യൻ മറ്റേ അൽ എയിൻ എന്ന് പറയുന്നത് UAE-യിലാണ്. അതുപോലെ തായ്ലൻഡ് ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അണ്ടർ 23 ആണ് നടക്കുന്നത് കൊളംബോ ശ്രീലങ്കയില്. ഇനി കോസ്റ്റാനായില് കസാക്കിസ്ഥാനില് ജൂനിയർ യൂത്ത് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണ് നടക്കുന്നത്. അപ്പോ ഏഷ്യൻ ബോക്സിംഗ് കോൺഫെഡറേഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് കസാക്കിസ്ഥാനാണ്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് UAE-യിലും ഹോസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 2024 പ്രത്യേകം ഒരു വേദി നമുക്ക് പറയാനുണ്ട്, തായ്ലൻഡ്. ഇനി സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? കോണ്ടൂർ രേഖ. ലോക്തക് തടാകം എവിടെയാണ്? മണിപ്പൂർ. ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വീശുന്ന ചൂട് കാറ്റ് ഏതാണ്? ലൂ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? വലുത് ജാറിയ, ആദ്യത്തത് റാണിഗഞ്ച്. സ്പേസ് എക്സ് എന്ന സ്വകാര്യ കമ്പനി ബഹിരാകാശ ടൂറിസം പദ്ധതി പേരെന്ത്? ഇൻസ്പിറേഷൻ 4 എന്നാണ്. സ്പേസ് എക്സ് ആരുടേതാണ്? സ്പേസ് എക്സ് എന്ന് പറയുന്നത് സുക്കർബർഗ്. അപ്പോ അതല്ല, എന്താണ് സ്പേസ് എക്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആമസോൺ ഓണർ സ്പേസ് എക്സ് അദ്ദേഹത്തിൻ്റെതാണ്. അപ്പോ സ്പേസ് എക്സിന്റെ ഇപ്പൊ നമ്മുടെ ചോദിച്ചത് സ്പേസ് എക്സുമായി ബന്ധപ്പെട്ട് ഇൻസ്പിറേഷൻ 4 ബഹിരാകാശ ടൂറിസം പദ്ധതിയാണ്. എന്താണ് പദ്ധതിയുടെ പേര്? നമ്മുടെ ആൻസർ ഇൻസ്പിറേഷൻ.
അപ്പോ ഇതിന്റെ ഓണർ ഇലോൺ മസ്ക് ആണ്. ഇലോൺ മസ്ക്. ഇൻസ്പിറേഷൻ 4. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റായത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം. സുസ്ഥിര വികസനം പദ്ധതി സൗഹാർദ്ദപരമാണ്. സുസ്ഥിര വികസനം പദ്ധതി സൗഹാർദ്ദപരമാണ്. പിന്നെ വരുന്നത് ചെറുതാക്കിയാലേ ഫുള്ള് കിട്ടത്തോളൂ അല്ലേ. സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളെ ആശ്രയിക്കണം. സുസ്ഥിര വികസനത്തിന് താപവൈദ്യുത പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ ഇതില് തെറ്റാണ് വേണ്ടത്. സുസ്ഥിര വികസനം എന്ന് വെച്ചാൽ നമ്മളുടെ പ്രകൃതിയെ നശിപ്പിക്കാത്തതാണ്. 2ഉം 3ഉം തെറ്റാണ്. ഇത് പരിസ്ഥിതി സൗഹാർദ്ദമാണ്, പരിസ്ഥിതിയെ നശിപ്പിക്കാത്തതാണ്. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് കൽക്കരി പെട്രോൾ വേണോ? വേണ്ട. താപവൈദ്യുത നിലയങ്ങൾ വേണോ? വേണ്ട. പരിസ്ഥിതിയെ നശിപ്പിക്കാത്തതാണ്. ഇന്ത്യയിൽ നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷമുള്ള നിരീക്ഷണങ്ങൾ ചുവടെ ചേർക്കുന്നു. ഓപ്ഷൻ: പ്രത്യക്ഷ വിദേശ നിക്ഷേപം, വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപം വർദ്ധിച്ചു എന്നേ ഉള്ളൂ. ഇനി ഔട്ട്സോഴ്സിംഗ്, അതായത് പുറം വാങ്ങൽ, അനേകം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. തൊഴിൽ രഹിത വളർച്ച, ജോബ്ലെസ് ഗ്രോത്ത് നിലനിൽക്കുന്നു. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 1, 2, 3 ഇതെല്ലാം ശരിയാണ്. ഔട്ട്സോഴ്സിംഗ്, പുറംവാങ്ങൽ, തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. ഇപ്പോഴും തൊഴിൽ രഹിത വളർച്ച നിലനിൽക്കുന്നുണ്ട്. പ്രത്യക്ഷ വിദേശ നിക്ഷേപം, പെട്ടെന്ന് വിദേശർ ഇവിടെ വന്ന് പൈസ നിക്ഷേപിച്ചു. വിദേശ സ്ഥാപനങ്ങളുടെ നിക്ഷേപം വർദ്ധിച്ചു. താഴെ കൊടുത്ത സംഘടിത മേഖല ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? തൊഴിൽ നിബന്ധനകൾ നിശ്ചയിക്കുന്നു. ഗവൺമെന്റ് നിയന്ത്രണമുണ്ട്. താഴ്ന്ന വരുമാനം. ധാരാളം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. 1, 2, 4 ആണ് ഇതിൽ ശരി. അപ്പോൾ സംഘടിത മേഖല, ഓർഗനൈസ്ഡ് സെക്ടർ, തൊഴിൽ നിബന്ധനകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന്റെ നിയന്ത്രണമുണ്ട്. ധാരാളം സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഇനി ശരിയായ ജോഡിയാണ് ആബിദ് ഹുസൈൻ, ഹരിത വിപ്ലവം, ബ്രെഡ്ലാൻഡ്, സുവർണ വിപ്ലവം. ഇതിനകത്ത് ആബിദ് ഹുസൈൻ കമ്മീഷൻ വ്യാപാര പരിഷ്കരണമാണ്. പിന്നെ ബ്രെഡ്ലാൻഡ് സുസ്ഥിര വികസനമാണ്. 1ഉം 3ഉം ശരിയാണ്. ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ ഗ്രീൻ റവല്യൂഷൻ MS സ്വാമിനാഥനാണ്. ഇതിനകത്ത് കൂടുതൽ വികസിച്ചത് ഗോതമ്പ്, നെല്ലിനങ്ങളൊക്കെയാണ്. സുവർണ വിപ്ലവം പഴം, പച്ചക്കറി ഒക്കെയാണ്. പഴവും പച്ചക്കറിയുമാണ് സുവർണ വിപ്ലവം, ഗോൾഡൻ റവല്യൂഷൻ. ഇനി അടുത്ത ചോദ്യം, 2021 സാമ്പത്തിക വളർച്ച ഒന്ന് ചെറുതാക്കുവാണേ. 2021 സാമ്പത്തിക സർവേ പ്രകാരം സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്ര? ഇപ്പൊ 2021-22 അവർ ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ആൻസർ 11 ആയിരുന്നു. ഇപ്പോ 2024 സാമ്പത്തിക വർഷം എടുത്തപ്പോൾ 6.5% GDP വളർച്ച, 6.5. ഇന്ത്യൻ ഭരണഘടന തിരിച്ചറിയൽ രേഖ എന്നെ പൽക്കിവാല വിശേഷിപ്പിച്ചത് ഏതിനെയാണ്? ആമുഖത്തെയാണ് പൽക്കിവാല തിരിച്ചറിയൽ രേഖ എന്ന് വിശേഷിപ്പിച്ചത്. പൽക്കിവാല തിരിച്ചറിയൽ രേഖ എന്നാണ് ആമുഖത്തെ വിശേഷിപ്പിച്ചത്. ഹായ് ഐശ്വര്യ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ ആര്? PK തുങ്കൻ. സ്ഥിരം ചോദ്യമാണ്. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നു. റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരം നൽകുന്നു, ആർട്ടിക്കിൾ 32. ഹൈക്കോടതിക്ക് അധികാരം നൽകുന്നു, ആർട്ടിക്കിൾ 226. രാഷ്ട്രത്തിന്റെ നിർദ്ദേശ തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഏത് രാജ്യത്ത് നിന്ന് കടമെടുത്തു? അയർലൻഡ്. സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സഞ്ജീവ് ഖന്നയാണ്. സഞ്ജീവ് ഖന്ന 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പൊ നമ്മളുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. 51ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇനി തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരം ഏതാണ്? കാണാൻ പറ്റുന്നുണ്ടോ ക്വസ്റ്റ്യൻസ്? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ 2021 ചില ക്വസ്റ്റ്യൻസിനൊക്കെ തെളിച്ചം കുറവുണ്ട്. ഉത്തരം പാട്ടം വിളംബരം. തിരുവിതാംകൂർ പ്രദേശത്തെ കൃഷിക്കാരുടെ മാഗ്ന കാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭൂനിയമ നിർമ്മാണ വിളംബരമാണ് പാട്ടം വിളംബരം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. കാണാതായ കുട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച പദ്ധതി ഓപ്പറേഷൻ വാത്സല്യ. ഇന്ത്യയിൽ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ആദ്യം തുടങ്ങിയത് കേരളത്തിലാണ്. അടുത്ത ചോദ്യം,
ഈ ക്വസ്റ്റ്യൻ നമുക്ക് വലുതാക്കാൻ പറ്റും. ചോദ്യം ഇതാണ്: കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഇന്ത്യയിലേക്ക് പോകുമ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? വിജയ് രാഹത്കർ. ഇനി മനുഷ്യ ശരീരത്തിൽ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്നത് പാൻക്രിയാസ് ആണ്. പരിസ്ഥിതി സംഘടന IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആസ്ഥാനം സ്വിറ്റ്സർലൻഡാണ്. കോവിഡ് രോഗകാരി SARS-CoV-2 ജനിതകപരമായി ഏതിനം വൈറസ് ആണ്? ഏതിനം വൈറസ് ആണ്? RNA വൈറസ്. BCG വാക്സിൻ ഏത് രോഗപ്രതിരോധം? ക്ഷയം. കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോൾ ഉടൻ തന്നെ കൊടുക്കുന്നതാണ് BCG. ക്ഷയത്തെ പ്രതിരോധിക്കുന്നു. കരമാലിന്യ സംസ്കരണ മികവിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാരിന്റെ ശുചിത്വ പുരസ്കാരം ഏതാണ്? നവകേരള പുരസ്കാരമാണ്. അപ്പോ കരമാലിന്യ സംസ്കരണ മികവ്, കരമാലിന്യ സംസ്കരണ മികവ് തദ്ദേശ സ്ഥാപനം കേരള സർക്കാരിന്റെ ശുചിത്വ പുരസ്കാരമാണ് നവകേരള പുരസ്കാരം. ബസ്, റിയർ വ്യൂ മിറർ, കോൺവെക്സ് ദർപ്പണം, ഫോക്കസ് ദൂരം 0.5 മീറ്റർ ആണ്. വക്രത ആരം നിർണയിക്കുക. ഇതിന്റെ വക്രത ആരം നിർണയിക്കുക എന്നാണ് ചോദ്യം. അപ്പൊ ആൻസർ ഫോക്കസ് ദൂരം തന്നു. നമ്മളുടെ ആൻസർ വക്രതാരമല്ലേ? 2 × 0.5 2 10 1 എന്ന് കിട്ടും. 1 മീറ്റർ 1 എന്നാണ് കിട്ടുന്നത്. 1 മീറ്റർ. ധ്രുവപ്രദേശത്ത് നിന്ന് ഭൂമധ്യരേഖ പ്രദേശത്തേക്ക് പോകുന്തോറും ഭൂഗോള ത്വരണത്തിന്റെ മൂല്യം എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മളുടെ ഇതാണ് ധ്രുവം 90 ഡിഗ്രി. ഇതാണ് ഭൂമധ്യരേഖ ഇക്വേറ്റർ. അപ്പോ ധ്രുവത്തിലാണെങ്കിൽ ജിയുടെ മൂല്യം കൂടുതലാണ്. ധ്രുവത്തിൽ ഇരിക്കുകയാണെങ്കിൽ ജിയുടെ മൂല്യം കൂടുതലാണ്. ഭൂമധ്യരേഖയിൽ ജിയുടെ മൂല്യം കുറവാണ്. രണ്ടിടത്തും മാസ് പിണ്ഡത്തിന് മാറ്റമില്ല. മാസ് രണ്ടിടത്തും സെയിം ആണ്. അപ്പൊ ധ്രുവത്തിൽ ഇരിക്കുന്ന സാധനത്തിന് ജി കൂടുതലാ. ഭൂമധ്യരേഖാ പ്രദേശത്തേക്ക് ഇത് വരുവാണെങ്കിൽ ജി കുറയും. അടുത്ത ചോദ്യം: ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരം സമയത്തിന്റെ വർഗത്തിന് ആനുപാതികമാണെങ്കിൽ വസ്തുവിന്റെ ചലനം. ഇപ്പൊ സ്ഥാനാന്തരം എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ്. അത് എന്തിന്? സമയത്തിന്റെ വർഗം T² ഇതിന് ആനുപാതികമാണ് എങ്കിൽ വസ്തുവിന്റെ ചലനം സമത്വരണമാണ്. വെലോസിറ്റി ബൈ ടൈം അല്ലെ? അപ്പോ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. വെലോസിറ്റി ബൈ ടൈം ആണ് ഏത്? നമ്മളുടെ ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷനെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നെഴുതാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ബൈ T². അപ്പൊ ഈ T² ഇതിന് ആനുപാതികമാണ്, വർഗത്തിന് ആനുപാതികമാണെങ്കിൽ അത് ആക്സിലറേഷൻ ത്വരണത്തിലാണ് എന്ന് പറയാം. അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകം ഏതാണ്? ആൻസർ ഹീലിയം. 8 അല്ലെ? എല്ലാം 18ാം ഗ്രൂപ്പ് ആണെങ്കിൽ എല്ലാം എന്താകുന്നുണ്ട്? 18ാം ഗ്രൂപ്പ് ആണെങ്കിൽ എല്ലാം അവസാനം 8 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഹീലിയം 2 മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. 8 എന്നുള്ള നിയമം 8 ബാഹ്യതമ ഷെല്ലിൽ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഡയമണ്ടിന്റെ മഞ്ഞ നിറത്തിന് കാരണമായ മൂലകം ഏത്? ഡയമണ്ട് മഞ്ഞ നിറം കാരണം ഏതാണ്? നൈട്രജൻ ആണ്. ആൻസർ നൈട്രജൻ. അടുത്ത ചോദ്യം: ഒന്നാം ലോകമഹായുദ്ധം രാസായുധമായി ഉപയോഗിച്ച മൂലകം ഏതാണ്? ഒന്നാം ലോകമഹായുദ്ധം രാസായുധം ക്ലോറിൻ. ഖ്യാൽ എന്ന മനോഹരമായ സംഗീത രൂപത്തിലൂടെ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് അടിത്തറ പാകിയ വ്യക്തിയുടെ പേരെന്ത്? അമീർ ഖുസ്രോ. കായിക രംഗത്തെ മികച്ച പ്രകടനം ഇന്ത്യയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. നേരത്തെ ഇതിന്റെ പേര് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം, ഇപ്പോൾ ധ്യാൻചന്ദിന്റെ പേരിലേക്ക് മാറ്റി. ഇന്ത്യയിൽ ആദ്യമായിട്ട് രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചത് വിശ്വനാഥൻ ആനന്ദ് ചെസ് താരത്തിനാണ്. ക്രിക്കറ്റിൽ ആദ്യം കിട്ടിയത് സച്ചിൻ ടെണ്ടുൽക്കറിനാണ്. ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രം NT വാസുദേവൻ നായരുടെ ഏത് കൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അസുരവിത്ത്. അയ്യങ്കാളി വള്ളംകളി ഏത് കായലിലാണ്? തിരുവനന്തപുരം ജില്ല വെള്ളായണി കായലിലാണ് അയ്യങ്കാളി വള്ളംകളി. ടോക്കിയോ പാരാലിമ്പിക്സ് 2 മെഡലുകൾ നേടി. നമുക്ക് കാണാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ കാണാൻ പറ്റും.
അപ്പൊ ടോക്കിയോ പാരാലിമ്പിക്സ് 2 മെഡലുകൾ നേടിയ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ അവനി ലേഖാര. പാരാലിമ്പിക്സ് ആണ്. ഇത് ടോക്കിയോ ആണ് അല്ലെ, 2020 ആണ്. ഇപ്പൊ നമ്മളുടെ പാരീസ് ഒളിമ്പിക്സ് 2024 2 മെഡലുകൾ നേടിയത് മനു ഭാക്കർ. രണ്ടും 10 മീറ്റർ എയർ പിസ്റ്റലാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. 20 ചോദിച്ചാൽ നമ്മൾ ഇപ്പോഴും എഴുതിയ പറ്റും പോൾ സക്കറിയ. 24 NS മാധവനാണ്. NS മാധവൻ ഹിഗ്വിറ്റ ഒക്കെ എഴുതിയതാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ഇപ്പോൾ സമഗ്ര സംഭാവനയ്ക്കാണ് നൽകുന്നത്. കേരള ഗവൺമെന്റ് ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ്. 5 ലക്ഷം രൂപയാണ് സമ്മാന തുക. മാൻ പൂർണ്ണരൂപം എന്താണ്? മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ആണ് മാൻ. വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ് വാൻ. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ് ലാൻ. പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട് പാൻ. മോസില്ല ഫയർഫോക്സ് എന്തിന് ഉദാഹരണം? മോസില്ല ഫയർഫോക്സ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗസറാണ്. ഇനി ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവിഗേഷൻ ആവശ്യമുള്ള ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സിസ്റ്റം ഇവയിൽ ഏതാണ്? അപ്പോ നാവിഗേഷന് വേണ്ടി നമ്മുടെ ISROയുടെ IRNSS ആണ്. IRNSS ആണ്. നാവിഗേഷൻ GPS അമേരിക്കയാണ്. പ്രതിരോധത്തിനായിരുന്നു ആദ്യം ഉപയോഗിച്ചത്. താഴെ പറയുന്ന വോളന്റൈൽ മെമ്മറി ഏതാണ്? റാൻഡം ആക്സസ് മെമ്മറി ആണ്. ഷട്ട്ഡൗൺ ആയാൽ, കമ്പ്യൂട്ടർ ഷട്ട്ഡൗൺ ആയാൽ മാഞ്ഞു പോകും. നോൺ വോളറ്റൈൽ ആണ് റോം, മാഞ്ഞു പോകത്തില്ല. മുഖ്യ വിവരാവകാശ കമ്മീഷണർ മറ്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ തെരഞ്ഞെടുക്കുന്നതിനുള്ള കമ്മിറ്റിയിൽ അംഗം അല്ലാത്തത് ആര്? ഇന്ത്യൻ പ്രധാനമന്ത്രി അംഗമാണ്. ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവുണ്ട്. പ്രധാനമന്ത്രി നിയമിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയുമുണ്ട്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അംഗമല്ല. 2005 ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം പ്രൊട്ടക്ഷൻ ഓഫീസർ ചുമതല അല്ലാത്തത് ഏത്? മന്ത്രാലയങ്ങൾ, NGO സേവനങ്ങൾ ഏകോപിപ്പിക്കുക. സങ്കടപ്പെട്ട വ്യക്തിക്ക് ലീഗൽ സർവീസ് അതോറിറ്റി നിയമപ്രകാരം നിയമസഹായം ഉറപ്പുവരുത്തുക. മജിസ്ട്രേറ്റിനെ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കുവാൻ സഹായിക്കുക. ഗാർഹിക സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ ചുമതലയല്ല NGOകളുടെ സേവനങ്ങൾ ഏകോപിപ്പിക്കൽ. കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ കാലാവധി എത്രയാണ്? ഇത് എലിമിനേറ്റ് ചെയ്തു. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നാണ്. തെറ്റാണ്. ഇപ്പോൾ ഓപ്ഷൻ തന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കൂടുതലും എന്താണ്, പാർലമെന്റ് തീരുമാനിക്കും എന്നുള്ളതാണ്. പാർലമെന്റ് ഇതാണ് ഇപ്പൊ തീരുമാനിച്ചത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. നിർമ്മാതാവോ സേവനദാതാവോ നൽകുന്ന തെറ്റോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യങ്ങൾക്ക് 2019 സംരക്ഷണ നിയമപ്രകാരം ചുമത്താവുന്ന പരമാവധി ശിക്ഷ 2 വർഷം 10 ലക്ഷം രൂപ പിഴ. 2 വർഷം ജയിൽവാസം, 10 ലക്ഷം പിഴ. താഴെ കൊടുത്ത ഏതൊക്കെ ബേട്ടി ബചാവോ ബേട്ടി പഠാവോ യോജന പ്രധാന ലക്ഷ്യങ്ങൾ? പെൺകുട്ടി നിലനിൽപ്പ് സംരക്ഷണം, പെൺകുട്ടി വിദ്യാഭ്യാസം പങ്കാളിത്തം, ലിംഗാധിഷ്ഠിത ഗർഭഛിദ്രം തടയുക. ഇതാണ് ബേട്ടി ബചാവോ ബേട്ടി പഠാവോ. തൊഴിലധിഷ്ഠിത പരിശീലനം ഇതിനകത്ത് വരുന്നില്ല. ഇനി നമ്മൾ ഇംഗ്ലീഷും മലയാളവും ഒക്കെ നോക്കാൻ പോവുകയാണ്. ഇനിയും നമ്മുടെ GK ഉണ്ട് കേട്ടോ. GK ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഒന്ന് ഇംഗ്ലീഷ് മലയാളം നോക്കിയിട്ട് വരാം. ശരിയായ പദം ഏതാണ്? ശരിയായ പദം നിർധരിയാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്. ഹൈ V3 റോക്സ്, നിർധരി. അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽ പെടാത്ത പദം ഏതാണ്? അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽ പെടാത്ത പദം അമലം, വിമലം, കമലം, നിർമ്മലം. കമലം താമര. അപ്പോ കമലമാണ് ഇതിനകത്ത് പെടാത്തത്. നിർമ്മലമായത് വിമലം, അമലം. ദർശകൻ സ്ത്രീലിംഗ പദം ദർശക. പുറമേ മോടി പിടിപ്പിക്കുന്നു, നിരർത്ഥകമാണെന്ന് സൂചിപ്പിക്കുന്ന ചൊല്ലേത്? കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? വചനതലത്തിൽ വ്യത്യസ്തത. വൈദ്യർ, കുട്ടികൾ, സ്വാമികൾ, വാദ്യാർ. വാദ്യാർ, മാരാർ, വൈദ്യർ, സ്വാമികൾ. ഇതൊക്കെ നമ്മളുടെ ഏത് ബഹുവചനമാണ്? പൂജക ബഹുവചനമാണ്. ഭീഷ്മർ, അവർകൾ. കുട്ടികൾ മാത്രം ആ ലിംഗ ബഹുവചനമാണ്. നിരീശ്വരൻ പിരിച്ചെഴുതുക. നീ 2 കുത്ത് അല്ലെ? നീ 2 കുത്ത് ഈശ്വരൻ, നിരീശ്വരൻ. ആ പ്ലസ് അൾ അവളാണ്. അത് ആഗമ സന്ധിയാണ്. ഭൂമി എന്ന അർത്ഥം വരാത്ത പദം. വപുസ്, മേദിനി, ക്ഷോണി, ധര. ധരാധരിത്രി, ക്ഷോണി, മേദിനി ഇതൊക്കെ ഭൂമിയാണ്. വപുസ് ഭൂമിയല്ല. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ.
ആകാശം, മാനം, ഗഗനം ഒക്കെ ആകാശം. കുടിക്കാൻ ആഗ്രഹിക്കുന്നത് പിപാസു ആണ്, പിപാസു. ജിജ്ഞാസു അറിവാണ്, പിപടിഷു പഠിക്കുന്ന ആളാണ്, മോക്ഷം ആഗ്രഹിക്കുന്ന ആൾ മോക്ഷേച്ഛ. ആകർഷണം വികർഷണമാണ്. നമ്മുടെ നോർത്ത് പോള് സൗത്ത് പോള് ആകർഷിക്കും, എന്നാൽ ഒരേ പോളുകളാണെങ്കിൽ വികർഷിക്കും. ആകർഷണം വികർഷണം ഓപ്പോസിറ്റ്. ഇനി നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കണം. നമ്മുടെ ചോദ്യം ഇതാണ്. ചൂസ് ദി ക്വസ്റ്റ്യൻ കാണാലോ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് വെർബ് ടു ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ്. എവരി ബോയ് ആൻഡ് എവരി ഗേൾ. എവരി ബോയ് ആൻഡ് എവരി ഗേൾ. എവരി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സിംഗുലർ ആയിട്ടാണ് എടുക്കുന്നത്. വാസ് given a packet of chocolates. Every boy and every girl was. Fill in the appropriate articles. Banyan is a kind of fig tree. Almaram. Banyan is a kind of fig tree. The banyan. ഇനി അടുത്തത് റിപ്പോർട്ട് ദ ഗിവൻ സെന്റൻസ്. ഹി സെഡ് ടു മീ പ്ലീസ് ഹെൽപ്പ് മീ. ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഹി റിക്വസ്റ്റഡ് മീ ടു ഹെൽപ്പ് ഹിം. ടെൻസ് ചേഞ്ച് ആവത്തില്ല. ഇമ്പറേറ്റീവ്. ഹി റിക്വസ്റ്റഡ് മീ. സെഡ് ടു റിക്വസ്റ്റഡ് ആവും. ഹെൽപ്പ് ഹിം. ചൂസ് ദ പാസീവ് ഫോം. ഐ നോ ഹിം. എനിക്ക് അവനെ അറിയാം. അപ്പൊ ഹീൽ തുടങ്ങണം. ഹീസ് നോൺ. നോൺ ബൈ മീ അല്ലെങ്കിൽ ടു മീ. ഹീസ് നോൺ ടു മീ. നോസ് എന്നല്ല വരുന്നത്, കാര്യം V3 ഫോം ആണ് ഇവിടെ വരേണ്ടത്. നോ ന്യൂ നോൺ എന്നാണ്. നോ ന്യൂ നോൺ. അപ്പൊ നോൺ ആണെങ്കിൽ അറിയാമെങ്കിൽ തന്നെ ഇതിനകത്ത് ഇത് രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ. ഐയിലല്ല തുടങ്ങേണ്ടത്, ഹിം ആണെന്ന് പറഞ്ഞത്. അപ്പൊ ഒബ്ജക്റ്റിലാണ് അടുത്ത സബ്ജക്റ്റ് വരേണ്ടത്. അപ്പൊ ഹീൽ സ്റ്റാർട്ട് ചെയ്യണം. ഐ ആം വർക്കിംഗ് ഹാർഡ്. ആമന്റെ ഐ. ആമിന്റെ ഐ എന്ന് വരത്തില്ല, അപ്പൊ ആറിഞ്ച്. ആറിഞ്ച് ഐ. വില്ലിന്റെ ഐ എന്ന് വരത്തില്ല, വോണ്ട് ഐ. യൂസ്ഡ് ടു വന്നാൽ നമ്മൾ എടുക്കേണ്ടത് ഡിഡിന്റ്. ലെറ്റസ് വന്നാൽ നമ്മൾ എടുക്കേണ്ടത് ഷാൾ വി. ലെറ്റ് മീ വന്നാൽ നമുക്ക് വോണ്ട് എടുക്കാം. ഇനി ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. പ്രൊനൗൺസിയേഷൻ. എന്താണ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുമ്പോൾ? പ്രൊനൗൺസിയേഷൻ. പ്രൊനൗൺസിയേഷൻ. നൗൺ അല്ല. ഇത് കണ്ടു, ഇവിടെ നൗൺ എന്നാണ്, പ്രൊനൗൺ അല്ല. പ്രൊനൗൺ പിന്നെ സി ആണ്, സിയേഷൻ. A person who undergoes training in any trade or occupation. എന്താണ് ആൻസർ? ആൻ അപ്രന്റീസ്. എ പേഴ്സൺ ഹു അണ്ടർഗോസ് ട്രെയിനിങ് ആണ്. അപ്പൊ അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്യുവാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വി ആർ പ്ലാനിങ് എ സർപ്രൈസ് പാർട്ടി ഫോർ അവർ സൺ. ബി കെയർഫുൾ നോട്ട് ടു ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ഡോഗ്. ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചാൽ രഹസ്യം പുറത്തറിയിക്കുക എന്നാണ്. അപ്പോ റിവീൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക്. രഹസ്യം പുറത്തറിയരുത്. രഹസ്യം പുറത്തറിയുകയാണ്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദി ബാഗ്. ചൂസ് ദ വേർഡ് വിച്ച് സ്യൂട്ട്സ് ബെസ്റ്റ്. ഐ ഓർഡേർഡ് പൈനാപ്പിൾ പുഡിംഗ് ഫോർ ഡാഷ് ആഫ്റ്റർ മൈ ഡിന്നർ. ഡിസേർട്ട് ആണ്. നമ്മൾ ഐസ്ക്രീംസ് ഒക്കെ ഡിസേർട്ട് അല്ലെ, ലഞ്ച് ഒക്കെ കഴിയുമ്പോൾ പറയും അടുത്തത് ഡിസേർട്ട് സെക്ഷൻ ആണ്. അപ്പൊ ഡിസേർട്ട് എന്ന് വെച്ചാൽ ഒന്ന് മരുഭൂമി എന്നുള്ള ഡിസേർട്ട് ആണ്. ഇതാണ് ഈ ഡിസേർട്ടിന്റെ സ്പെല്ലിങ്. ഡബിൾ എസ് ആണ് ERT. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഓപ്പോസിറ്റ് മീനിങ്. ലൊക്കേഷ്യസ്. ലൊക്കേഷ്യസ് എന്ന് പറയുമ്പോൾ റീടൈസന്റ്. റീടൈസന്റ്. റീടൈസന്റ് എന്നാണ് ലൊക്കേഷ്യസ്. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷും മലയാളവും ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും GK സെക്ഷനിലേക്ക് വന്നിട്ട് മാത്സിന്റെ ആൻസേഴ്സ് കണ്ടുപോകാം. എല്ലാ ദിവസവും നമ്മൾ 10th മെയിൻസിന് വേണ്ടിയിട്ട് ഒരു എക്സാം സെക്ഷൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും കാണുക. 10th മെയിൻസ് 2025 എന്ന പ്ലേലിസ്റ്റിൽ ഇത് കിടപ്പുണ്ട്. അതുപോലെ 10th പ്രിലിംസ് 2025 എന്ന പ്ലേലിസ്റ്റിൽ 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസും കിടപ്പുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ പ്ലേലിസ്റ്റ് ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് കറണ്ട് അഫയേഴ്സ് മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലേലിസ്റ്റുകളുണ്ട്. അതാത് ക്ലാസ്സുകൾ ആ പ്ലേലിസ്റ്റുകളിലുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാം. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ റേഷനിങ് സംവിധാനം പ്രവർത്തിക്കുന്നത്? നമുക്ക് വേണ്ട GKs മാത്രം മതി. അപ്പോൾ ഇത് 2013 നിങ്ങൾക്ക് വേണ്ടാത്തതാണ്, ജനറൽ അല്ല. അടുത്തത് വേണം. അന്ത്യോദയ അന്ന യോജന വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് പ്രതിമാസം എത്ര കിലോഗ്രാം ഭക്ഷ്യധാന്യത്തിന് അർഹതയുണ്ട്? ഇത് വേണ്ടതാണ്, 35 കിലോഗ്രാം. ആദ്യ കേരള സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ആര്? KV മോഹൻ കുമാറാണ്. അടുത്തത് വേണ്ട. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നില്ല പരാതികളിൽ നിയമിക്കപ്പെട്ട ജില്ലാ പരാതി പരിഹാര ഓഫീസർ ആരാണ്? ആൻസർ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്.
ഇനി 2021 കേരള ടാർഗറ്റഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കൺട്രോൾ ഓർഡർ പ്രകാരം റേഷൻ കാർഡ് അർഹതയുണ്ടാകാൻ നിർബന്ധമില്ലാതെ സ്വന്തമായി വീടുണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമല്ല. ഇന്ത്യൻ പൗരനായിരിക്കണം, നിർബന്ധമാണ്. കേരളത്തിൽ താമസിക്കുന്ന ആളായിരിക്കണം. ഒരു സ്ഥലത്ത് റേഷൻ കാർഡിൽ ഉൾപ്പെടരുത്. പക്ഷേ സ്വന്തമായിട്ട് വീട് വേണം എന്നില്ല. സപ്ലൈകോയുടെ തനത് ബ്രാൻഡാണ് ശബരി. നെൽ കർഷകരിൽ നിന്ന് നെല്ല് സംഭരിക്കുന്ന കേരള സർക്കാർ ഉപയോഗിച്ച ഏജൻസി സപ്ലൈകോ ആണ്. ചിലതേ ഉള്ളു വേണ്ടത്, ചിലത് വേണ്ട. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആൻസർ മാത്രം ടിക്ക് ചെയ്യുന്നു. ഇത് വേണ്ട. അടുത്തത് നമുക്ക് വേണ്ടാത്തതാണ്. വേണ്ടാത്തത് നമുക്ക് പഠിക്കണ്ടല്ലോ. ഇനി വേണ്ടത് മാത്രം പറഞ്ഞു പോകാം. സപ്ലൈകോ എന്ന് പറഞ്ഞതിനാണ് ക്വസ്റ്റ്യൻ. ഫുഡ് റിസർച്ച് ഡെവലപ്മെന്റ് എന്ന സ്ഥാപനം കോന്നിയിലാണ്. ജില്ലാ ഉപഭോക്തൃ തരിക പരിഹാരം ഇത് വേണ്ടതാണ്. അധികാര പരിധി ജില്ല 1 കോടി രൂപ. ഈ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാരം ഇപ്പൊ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലെ. 2021 ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ കുഴപ്പമില്ല. 2019 ചേഞ്ച് വന്നത്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കേസ് ഫയൽ ചെയ്യുന്നതിനുള്ള ഫീസ് നിരക്കുകളിൽ തെറ്റ് ഏത്? തെറ്റ് 20 ലക്ഷം ടു 50 ലക്ഷം 2000 രൂപ ഫീസ് എന്നുള്ളതാണ് തെറ്റ്. ബാക്കി ശരിയാണ്. 5 ലക്ഷം രൂപ വരെ ഫീസ് ഇല്ല. 5 ടു 10 200, 10 ലക്ഷം ടു 20 ലക്ഷം 400 രൂപ. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത്. ഇതൊക്കെ വേണ്ടതാണ്. 2020 ജൂലൈ 20 വെരി ഇമ്പോർട്ടന്റ്. ഇതൊക്കെ വേണ്ടതാണ്. 2019 നിയമപ്രകാരമുള്ള ആൻസർ ആണ് 1 കോടി രൂപ. ജില്ല വെരി ഇമ്പോർട്ടന്റ്. 2020 ജൂലൈ 20 ഡേറ്റുകൾ പലതവണ ചോദിച്ചു. ജില്ലാ ഉപഭോക്തൃ പരാതി പരിഹാര കമ്മീഷൻ നൽകിയ പരാതിയിലെ വിധി തൃപ്തികരമല്ല. എത്ര ദിവസത്തിനുള്ളിൽ സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ അപ്പീൽ നൽകണം? 45 ദിവസം. അടുത്തത് വേണ്ട. CRM എന്ന് വെച്ചാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. മാർക്കറ്റിൽ ഇറങ്ങുന്നു. പെനിട്രേഷൻ വില നിയന്ത്രണം കുറഞ്ഞ വില നിശ്ചയിക്കുക. ഓക്കെ. മാർക്കറ്റിംഗ് മിക്സിലെ 4 Pകൾ പ്രോഡക്റ്റ് ഇത് വേണ്ടതാണ്. പ്രൈസ് പ്ലേസ് 4 Pകൾ ചോദിക്കുന്നതാണ്. എക്കണോമിക്സിലൊക്കെ ഉള്ളതാണ്. P പ്രൊമോഷൻ ആണ്. 4ാമത്തെ P പ്രൊമോഷൻ ആണ്. പ്രോഡക്റ്റ് പ്രൈസ് പ്ലേസ് പ്രൊമോഷൻ. ഏതാണ് രജിസ്ട്രേഡ് ബ്രാൻഡ് നെയിം? ട്രേഡ് മാർക്കാണ്. അങ്ങനെ നമ്മൾ മാത്സിന്റെ 10 ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. അതിനുശേഷം ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണിത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു പരീക്ഷയിൽ 30% വിജയിച്ചു. അപ്പൊ ആൻസർ 140. അടുത്തത് 40 ആണ് ക്വസ്റ്റ്യൻ കാണാലോ. ഒന്നും കൂടെ ചെറുതാക്കുവാണ് കേട്ടോ, എല്ലാവർക്കും കാണാൻ വേണ്ടി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് പറഞ്ഞിട്ട് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നൊക്കെ പറയാം. 53 6:45 AM 51 2 മുതലുള്ള ആദ്യത്തെ 50 ഇരട്ട സംഖ്യകൾ. 50 ഇരട്ട സംഖ്യ എന്ന് വെച്ചാൽ 25 ഇരട്ട സംഖ്യകളേ ഉള്ളു. 2 മുതലുള്ള ആദ്യത്തെ 50 ഇരട്ട സംഖ്യകൾ. 50 എണ്ണമെന്ന് ഡയറക്റ്റ് തന്നു, അല്ലാതെ എണ്ണൽ സംഖ്യ എന്നല്ല പറയുന്നത്. അപ്പൊ 50 + 1 n+1 ആണ് ഇരട്ട സംഖ്യയുടെ ശരാശരി 51. 1600 ഏത് ചെറിയ സംഖ്യ കൂട്ടിയാൽ ഒരു പൂർണ്ണവർഗ സംഖ്യ ലഭിക്കും? 56. 07 26 63 124. അടുത്തത് 215. ക്ലോക്കിൽ 8:20. മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയുടെയുള്ള കോണളവ് 30h - 11/2 m. 240 - 11/2 × 10. അപ്പൊ 100 ഇത് 220 അല്ലേ. 20 10 കിട്ടും 110. 240 110 കുറച്ചു. ഉത്തരം 130 ഡിഗ്രി. കിങ് JELJC അങ്ങനെയാണെങ്കിൽ ഉത്തരം ഇതാണ്. ഒരാൾ എന്ന സ്ഥലത്ത് നിന്ന് പോകുന്നു. അപ്പൊ ആൻസർ 5. ഇനി ക്യൂവ് അരുണ മുൻപിൽ നിന്ന് 17ാമത്, പിറകിൽ നിന്ന് 33ാമതുമാണ്. രണ്ടും കൂടെ കൂട്ടുക 50, 1 കുറയ്ക്കുക. ഉത്തരം 49 എന്ന് കിട്ടി. ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ കണ്ട ക്വസ്റ്റ്യന് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഇത് മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 10th മെയിന്റെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷം PSC നടത്തിയ 2021 നടത്തിയ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ.